19ാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൽ നിന്നും തടവറയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. പരീക്ഷണത്തിന് മേൽ പരീക്ഷണമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം പൊട്ടക്കിണറ്റിൽ നിന്ന് അടിമയാക്കി വിൽക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയത് എവിടെയാണ്? രാജകൊട്ടാരത്തിലാണ്. പക്ഷേ വീണ്ടും അവിടെയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നേരിടുന്ന പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ നല്ല രീതിയിൽ രാജകൊട്ടാരത്തിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സുലൈഖ, ഈ അസീസിൻ്റെ ഭാര്യയായിട്ടുള്ള സുലൈഖക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഒരു ദാഹം ഉണ്ടാകുന്നത്, വേണ്ടാത്ത ചിന്തകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉദിക്കുന്നത്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത് നിലവിലൊരു അടിമയാണ്. ഒരു അടിമയായി രാജകൊട്ടാരത്തിലെത്തിയ വ്യക്തിയാണ്. സുലൈഖ എന്ന് പറയുന്നത് ആ രാജ്യം ഭരിക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ്. അവർ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അത്യാഡംബരങ്ങൾ അടങ്ങിയ ഒരു കൊട്ടാരത്തിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഈ ഒരു ഫസ്റ്റ് ലേഡി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് സുലൈഖ. ആ വ്യക്തിത്വം ആരെയാണ് പ്രാപിക്കാൻ ശ്രമിക്കുന്നത്? അടിമ എന്ന് നമുക്ക് പറയാവുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശാരീരിക ദാഹം അതിന് മൂർധന്യാവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യം കൂടിയാണ്, ഒരു പ്രായത്തിലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വേണ്ടാത്ത വൃത്തിക്ക് ആര് ക്ഷണിച്ചാലും അതിൽ അകപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസം കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ചരിത്രം സംരക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം. അള്ളാഹുവിന്റെ ഇസ്മത്തിൽ നിന്നുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നബി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ദുനിയവായിട്ടുള്ള പ്രയാസങ്ങൾ മാത്രമാണ്. അതൊരിക്കലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈമാനിനോ അല്ലെങ്കിൽ ആ ഒരു സൽസ്വഭാവത്തിനോ ഒന്നും കോട്ടം വരുത്തുന്നതല്ല. ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് മാത്രം. നേരെ മറിച്ച് ഈ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ദുനിയാവും അതുപോലെ തന്നെ ആഖിറവും കൂടി നഷ്ടപ്പെടുത്തുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു പരീക്ഷണത്തിനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടുത്തെ വിധേയനാവുന്നത്. അതിൽ നിന്നൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുകയാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താ വെച്ചാൽ, സുലൈഖ അവര് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വേണ്ടാത്ത ഈ ഒരു കാര്യത്തിന് സന്നദ്ധനാവാൻ കൽപ്പിച്ചു. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് തയ്യാറായിട്ടില്ല. അങ്ങനെ അവരെന്താ ചെയ്തത്? കൊട്ടാരത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മുഴുവൻ വാതിലുകളും എന്താണ്? കൊട്ടിയടച്ചു. ഒരു വാതിൽ എന്നല്ല പറയുന്നത്, കൊട്ടാരം അന്നേരം ഒരുപാട് വാതിലുകൾ ഉണ്ടാകുമല്ലോ. ആ വകല്ലക്കത്തിൽ അബുവാബ് വക്കാലത്ത് ഹൈത്തലക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള പദമാണ്, അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങനെ പറഞ്ഞ് ക്ഷണിക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്തായിട്ടില്ല, ഹൈത്തലക്ക്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞത് ഖാല മഅദല്ലാഹ്, ഈ ഒരു വേണ്ടാത്ത കാര്യത്തിന് ഞാൻ ഒരിക്കലും സന്നദ്ധരാവില്ല. എന്നിട്ട് പറയുന്നത് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്നഹു റബ്ബി അഹ്സന മസ്വായി, ഇവിടെ ഈ എൻ്റെ രക്ഷിതാവ് എനിക്ക് വളരെ നല്ല രീതിയിൽ എനിക്ക് ആതിഥേയത്വം നൽകി എന്നാണ് പറയുന്നത്. ഇവിടെ രക്ഷിതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല മുഫസ്സിറുകളും പറയുന്നത് അസീസിനെയാണ്. കാരണം അദ്ദേഹമാണ് എന്താക്കിയത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങി വളരെ സുഖാഡംബരപൂർണമായിട്ടുള്ള ജീവിതം നൽകി അദ്ദേഹത്തെ സംരക്ഷിച്ചത്. അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രാപിച്ച് അദ്ദേഹത്തെ വഞ്ചിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവാചകനല്ല, ഒരു വ്യക്തിക്കല്ല, യോജിച്ചതല്ല. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ഒരിക്കലും അല്ലെങ്കിൽ ഇതൊരു പിന്നെ മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണല്ലോ, അതൊരിക്കലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പക്കൽ നിന്ന് ഉണ്ടാവില്ല. ഖുർആൻ പറയുന്നത് വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർറഅ ബുർഹാന റബ്ബി. ഈ ഒരു സൂക്തത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ബുർഹാൻ ഉണ്ടായത് കൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും എന്തായിട്ടില്ല, വേണ്ടാത്ത കാര്യം വീണു പോയിട്ടില്ല എന്നാണ്. ആ ബുർഹാൻ എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ, അത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു മുഖം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയായിരുന്നു, അങ്ങനെ പല അഭിപ്രായങ്ങളും എന്താണ് പറയപ്പെടുന്നത്. ഏതായാലും അള്ളാഹുവിൻ്റെ ആ ഒരു സംരക്ഷണം ഉണ്ടായത് കൊണ്ട് ഒരിക്കലും വേണ്ടാത്ത കാര്യം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചിന്തിക്കുക പോലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടില്ല. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനൊരിക്കലും സന്നദ്ധനാവുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ
സുലേഖ ബലപ്രയോഗം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബലപ്രയോഗം നടത്തുന്ന സന്ദർഭത്തിൽ വസ്ത്രത്തിന്റെ പിൻഭാഗം കീറിപ്പോകുന്നുണ്ട്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഓടുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു ഗൃഹനാഥന് അവിടെ ഉണ്ട്, ഈ അസീസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സുലൈഖ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ തിരിഞ്ഞു. താങ്കളുടെ കുടുംബത്തെ അഥവാ താങ്കളുടെ ഭാര്യയെ എന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് എന്താകുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രേരിപ്പിക്കുന്നത്, ശ്രമിക്കുന്നത്. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വേദനാജനകമായിട്ടുള്ള ശിക്ഷ എന്താക്കണം, നൽകണമെന്ന് പറഞ്ഞു. അസീസിനെ കണ്ട ഉടനെ ഈ കുറ്റം മുഴുവൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചാർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഖാലത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. ഒന്നെങ്കിൽ എന്താവണം, ജയിലിൽ അടക്കണം, അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായിട്ടുള്ള ശിക്ഷ നൽകണമെന്ന് ആര് പറയാണ്? സുലൈഖ റളിയല്ലാഹു തആല പറയാണ്. ആരോട്? ആ ഒരു അദ്ദേഹത്തിന്റെ ഭർത്താവിനോട് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, ഞാനൊരിക്കലും ഞാനല്ല ശ്രമിച്ചത്, അവരെന്നെ വശീകരിക്കാനാണ് ശ്രമിച്ചതെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ തിരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഖാല ഹിയ റാവദത്തു അൻ നഫ്സി, അവരെന്നെയാണ് ശ്രമിച്ചത്, ഞാൻ അങ്ങോട്ട് ശ്രമിച്ചല്ല എന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായല്ലോ, ആ ഒരു ഡിസ്പ്യൂട്ടിന് ഒരു പരിഹാരം എന്നോണം അവിടെയുള്ളവ ഷാഹിദ് മിന്നഹ്ലിയ, അവരുടെ കുടുംബത്തിൽ നിന്നും തന്നെ ഒരു സാക്ഷി പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്നൊക്കെ പറയുന്നത് ചെറിയ കുഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ചെറിയ കുഞ്ഞാവട്ടെ വലിയ ആളാവട്ടെ, അവരെന്താണ് ഒരു ഡിസ്പ്യൂട്ടിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. ഇവരുടെ ഇൻ കാന ഖമീസു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹു മിനൽ കാദിബീൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസ്ത്രം കീറിയത് മുൻഭാഗത്ത് നിന്നാണെങ്കിൽ ആരാണ് സത്യം പറയുന്നത്? ആ സുലൈഖയാണ് സത്യം പറയുന്നത്. കാരണം സുലൈഖ റളിയല്ലാഹു തആല ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്താണ്, അങ്ങോട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം അങ്ങോട്ട് പോയതായിരിക്കും. വശമാണ് കീറിയതെങ്കിൽ, ഇനി ഇൻ കേസ് പിറകിൽ നിന്ന്, ഇതൊക്കെ ഖുർആനിൽ നേരെ പറയുന്നതാണ്, വൈകാന ഖമീസു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹു മിന സാദിഖീൻ. ഇനി ഇൻ കേസ് പിന്നിൽ നിന്നാണ് കീറിയത് എങ്കിൽ ആരായിരിക്കും കുറ്റക്കാരി? ഓടുന്ന സന്ദർഭത്തിൽ സുലൈഖ പിന്നിൽ നിന്ന് പിടിച്ച് അങ്ങനെ, അപ്പോൾ സുലൈഖയാണെന്ത് കുറ്റക്കാരി. അപ്പോൾ സ്വാഭാവികം എവിടെയാണ് കീറിയത്? പിൻഭാഗത്താണ് കയറിയത്. അപ്പം പറഞ്ഞു, മനസ്സിലായി ആരാണ് ഇവിടെ തെറ്റുകാരായിട്ടുള്ളത്, സുലൈഖയാണെന്ത് തെറ്റുകാരായിട്ടുള്ളത് എന്ന് അവർക്ക് ബോധ്യപ്പെടുക. എന്നിട്ട് പറഞ്ഞു, യൂസുഫ് ലീവ് ഇറ്റ്, അഥവാ നമ്മൾ പറയും ഫോർഗെറ്റ് ഇറ്റ്, അത് ഒഴിവാക്ക്, ഇതിങ്ങനെ ഇനി ആരോടും പറയരുത്. കാരണം വല്ലാത്ത നാണക്കേടല്ലേ, രാജകൊട്ടാരത്തിലുള്ള ഒരു അടിമയെ പ്രാപിക്കാൻ രാജ്ഞി എന്താണ് ശ്രമിക്കുന്നത് പോലെയാണിത്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അത് വലിയൊരു നാണക്കേടല്ലോ. പക്ഷെ ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, നേരെ അങ്ങാടിപ്പാട്ടാകും. ആ രാജകൊട്ടാരത്തിലുള്ള ചില സ്ത്രീകൾ അറിഞ്ഞ് അവരിങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി, എന്താണ് രാജ്ഞി എന്താണ് പ്രാപിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വല്ലാത്തൊരു പ്രയാസമായിരിക്കും സുലൈഖക്ക്. അങ്ങനെ അവര് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരൊരു മാർഗം ആലോചിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു പാർട്ടി നടത്തുക. ഇവിടെ സുലൈഖക്ക് ബോധ്യപ്പെടുത്തേണ്ടത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടാൽ അതിന് ശ്രമിച്ചു, സൗന്ദര്യത്തിൽ വീണു പോകുമെന്നാണ് അവിടെ അവർക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നവരെല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടി ഒരു പാർട്ടി സംഘടിപ്പിച്ചു. അവിടേക്ക് ആരോട് വരാൻ പറഞ്ഞു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വരാൻ പറഞ്ഞു. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട ഉടനെ അവർ പറയാണ്, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുൻ വഖുൽന ഹാശ ലില്ലാഹി മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. അല്ലാഹ്, ഇതൊരു മനുഷ്യനല്ല, ഇത് ഒരു മലക്കനാണ്, ഒരു മാലാഖ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ അപ്പോൾ ഒരു പഴവും കൊടുത്തിട്ടുണ്ട്. ഏത് പഴാന്നുള്ളതൊക്കെ എന്താണ്, പല അഭിപ്രായങ്ങളുണ്ട്. ആപ്പിളാണ് പറയുന്നുണ്ട്, മറ്റു പഴങ്ങളാണ് പറയുന്നുണ്ട്. ഒരു പഴം അവരുടെ കയ്യിൽ കൊടുത്തു, ഒരു കത്തിയും കൊടുത്തു, ഒരു പേനാക്കത്തിയും കൊടുത്തു, ചെറിയ പേനാക്കത്തി. അപ്പോൾ ഇവർ ആ പഴം ഇങ്ങനെ മുറിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്താണ്, സ്വയം മറന്ന് കൈ പോലും അവരുടെ കൈ പോലും മുറിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ സുലൈഖയെ അവർ പിന്നെ ആരും ഉണ്ടായിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ അതിന് ശ്രമിച്ചു പോകുമെന്നുള്ളൊരു കാര്യമാണ് എന്താകുന്നത് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ സുലൈഖക്ക് എന്താണ് ഒന്നുകൂടി ഒരു ന്യായം ഉണ്ട് എന്ന് പറയാവുന്നത് പോലെ അത് തോന്നിയപ്പോഴാണ് അവർ പറയുന്നത്, ഈ ഒരു വിഷയത്തിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നത്, ഇപ്പം എന്താണെന്ന് നിങ്ങൾക്ക് എന്താണ് ശരിക്കും ബോധ്യപ്പെട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് സുലൈഖ റളിയല്ലാഹു തആല അവിടെ പറയുന്നത്. ഫലഖദ് റാവതു അൻ നഫ്സി ഫസ്സാസം, ഞാൻ അങ്ങോട്ട് പ്രാപിക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്താണ്, അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് തയ്യാറായിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഇനിയും ഞാൻ ശ്രമിക്കും, ഇനി എങ്ങാനും അവർ തയ്യാറായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ജയിലിലടക്കുമെന്ന്
പറഞ്ഞു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഇവർ ഈ ശ്രമിക്കുന്ന ഈ ഒരു കാര്യത്തിനേക്കാൾ എനിക്ക് നല്ലത് എന്താണ്, ഈ കൊട്ടാരത്തിൽ നിന്ന് ജയിലിൽ പോയാലും വേണ്ടിയതില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഈമാൻ്റെ പവറൊന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആരാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചതായിട്ടൊന്നും ചരിത്രത്തിൽ ആ സാഹചര്യത്തിൽ പറയുന്നില്ല. ഒരു എല്ലാ അർത്ഥത്തിലും ആ ശാരീരിക ദാഹം തീർക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈമാൻ എന്തായിട്ടില്ല, ഒരിക്കലും അതിന് സന്നദ്ധരായിട്ടില്ല. ജയിലിൽ പോയാലും വേണ്ടിയിരുന്നില്ല ഈ ഒരു കാര്യത്തിൽ. ഇവർ ഈ വിളിക്കുന്ന കാര്യത്തെക്കാൾ എനിക്ക് നല്ലത് എന്താണ്, ജയില് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്നൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ഒരു എന്താണ് ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരെന്താക്കാണ്, ജയിലിൽ അടക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിൽ അടക്കുന്നത് പറയുന്നത് പെരുമ്പറയടിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കേവലം അവരുടെ ആ ഒരു ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരപരാധിയായിട്ടുള്ള ഈ ഒരു വ്യക്തിയെ എന്താക്കണം ചെയ്യുന്നത്, കുറ്റം പറഞ്ഞ് എല്ലാരെയും മുന്നിൽ പെരുമ്പറയടിച്ച് എല്ലാവരെയും അറിയിച്ച്. ഇത് തഫ്സീലുകൾ കാണാം, ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു പോയിന്ന്. കാരണം അത്രയും വലിയ തെറ്റാണ് എന്താകുന്നത് അവർ ചെയ്യുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ അവമതിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഖുറാനിൽ ഇപ്പോൾ ഇങ്ങനെ വ്യഭിചാരോപണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 4 സാക്ഷികൾ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഒരു സാക്ഷി അല്ലെങ്കിൽ 2 സാക്ഷി 3 സാക്ഷിയൊക്കെ ഉണ്ടായാൽ പോരെ എന്ന് നമുക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം. പക്ഷെ ഖുറാൻ പറയുന്നത്, ഖുറാനിൽ കൃത്യമായി അത് പറയുന്നുണ്ട് അല്ലേ, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി ഒരു ആളെ വ്യഭിചാരോപണം നടത്തി, അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അവർ 4 സാക്ഷികളെ കൊണ്ടുവരണം എന്നാണ് ആരോപണം നടത്തിയ ആള്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് 80 അടി ശിക്ഷയായിട്ട് നൽകണം എന്നാണ്. 3 സാക്ഷികളെ കൂടുന്ന 4ാമത്തെ ഒരാളെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 80 അടി കൊടുക്കണം എന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഷഹാദത്തിന് പറ്റൂല എന്നാണ് പിന്നെ പറയുന്നത്. ഒരു ഇതിന് സാക്ഷി നിൽക്കാനും മറ്റൊന്നും പറ്റൂല. അദ്ദേഹം മുഫ്സിദീൻ അല്ലേ, അതിന് അവസാനം പറയുന്നുണ്ട് അദ്ദേഹം വളരെ ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഫിത്ന ഉണ്ടാക്കുന്ന ആളാണെന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. സത്യത്തിൽ ഇത് ഖുർആൻ അങ്ങനെ പറയാനുള്ള കാരണം മഹാന്മാർ പറയുന്നത് അതല്ലെങ്കിൽ ഒരു വലിയ ഡിഫമേഷൻ, ആളുകളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ വ്യാപകമായി സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൊക്കെ എങ്ങനെയും ആളുകളെ അവമതിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണുള്ളത്. അപ്പോൾ ഒരു അപരാധി രക്ഷപ്പെട്ടാലും, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള രീതിയാണ്. അപരാധി എന്തായാലും അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരു നിരപരാധി ഒരിക്കലും ആക്ഷേപിക്കപ്പെടരുത് എന്നുള്ള ഒരു വലിയ ഒരു കാര്യമാണ് ഖുർആൻ അവരോട് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹാഫത്ത്, അള്ളാഹുവിനെ പേടിക്കുന്ന കാര്യമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ മഅദല്ലാഹ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് പോലും ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു, ഇന്നി അഖാഫുല്ല എന്ന് പറയാൻ വലിയ പിന്നെ ഈമാനികമായ ശക്തിവിശേഷമുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ. ചരിത്രത്തിൽ ഒരുപാട് അങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ പ്രേക്ഷകർക്ക് അത് കൂടുതൽ ചരിത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു സൂചനകൾ നൽകുകയാണ്. ഇപ്പോൾ അർശിന്റെ തണൽ നൽകുന്ന വിഭാഗത്തെ പറ്റി പറയുന്നിടത്ത് കാണാൻ പറ്റും. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാൻ ലാ യലിജു നാറ റജുലുൻ ബക്കാമിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരിക്കലും നരകത്തിലേക്ക് പോവില്ല എന്നാണ് പറയുന്നത്. അതോടുകൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ ഒരു സംഘത്തോടുകൂടെ യാത്ര ചെയ്തു പോവുകയാണ് മരുഭൂമിയിലൂടെ. ആ സമയത്ത് അവർക്ക് ദാഹിക്കുന്നു, ഭക്ഷണം വേണം, അപ്പോൾ അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഒരു ആട്ടിടയൻ ഇങ്ങനെ ആടുകളെ ഇങ്ങനെ മരുഭൂമിയിൽ ധാരാളമായിട്ടുള്ള ആടുകളെ മേച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു ആടിനെ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാല് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, എൻ്റെ യജമാനൻ്റെ ആടുകളാണ്, ഞാനിതിനെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടൊരു ഒരു ജോലിക്കാരൻ മാത്രമാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്നുണ്ട്, ഒരുപാട് ആടുകളുണ്ട്, 1000കണക്കിന് ആടുകൾ, ഇതിൽ നിന്നൊരു ആടിനെ എനിക്ക് തന്നാൽ നിൻ്റെ യജമാനൻ അറിയാൻ പോകുന്നില്ല, മാത്രമല്ല നിനക്ക് ഞങ്ങൾ തരുന്ന ക്യാഷ് നിനക്ക് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹം അയ്നല്ലാ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ യജമാനായ അള്ളാഹുവിനെ ഞാൻ എങ്ങനെ മറച്ചു വെക്കുന്നുണ്ട്? എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ കാണാൻ പറ്റും, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതിന് സത്യത്തിൽ അദ്ദേഹത്തെ പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ ഈമാനികമായ ഒരു ആട്ടിടനായ ഒരു മനുഷ്യൻ്റെ ഈ ഈമാനികമായ ശക്തിയിൽ
സന്തോഷം കൊണ്ടിട്ട് ഈ യജമാനെ തേടി പോവുകയാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ അതുകൊണ്ട് യജമാൻ്റെ കയ്യിൽ നിന്ന് ആടുകളെ അദ്ദേഹം ആദ്യം ഈ ആട്ടിടയനെ മോചിപ്പിക്കുന്നു, എന്നിട്ട് ഈ ആടുകളെ മുഴുവൻ വാങ്ങി ആട്ടിടയനെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാം അവസരങ്ങളും ഒത്തുവന്നൊരു സാഹചര്യമാണ്, ഹറാമിലേക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ആ സമയത്ത് പോലും അള്ളാഹുവിനെ പേടിച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ത്യജിച്ച് കഴിഞ്ഞാൽ ആ ത്യാഗത്തിൻ്റെ പ്രതിഫലം വലിയതായിരിക്കും. നമ്മൾ ഒഴിവാക്കുന്നതിനേക്കാളും വലിയ വലിയ മഹത്വമാണ് നമ്മൾ അതിൻ്റെ ഫലമായിട്ട് തേടി വരിക ഉണ്ടാവുക എന്നുള്ള ഒരു വലിയ മെസ്സേജാണ്, സന്ദേശമാണ് നൽകുന്നത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.